ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 ലിറ്റർ പാല് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡറാണ്. ഒരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടത് മിക്സായി വരുമ്പോൾ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ടിട്ട് തന്നെ നമ്മളിത് ഒഴിക്കണം കേട്ടോ. പിന്നെ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മിക്സ് നന്നായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിക്കായി വരുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കുറുകിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക. ഇതിനി ഒന്നും കൂടി ഒന്ന് തിക്കാവും കേട്ടോ ചൂടാറി കഴിയുമ്പോൾ. ഇനി ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി വെന്ത് വരുമ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറൊക്കെ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരിപ്പയിലൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ കയ്യിലുള്ള പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാങ്ങ എടുക്കുന്ന സമയത്ത് ഒട്ടും പുളി ഉണ്ടാവാത്ത നല്ല പഴുത്ത മാങ്ങയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള 1-2 ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. പിന്നെ ഇതിലേക്ക് പൈനാപ്പിളും തണ്ണിമത്തനും ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും കുരുവൊന്നുമില്ലാത്ത പുളിയില്ലാത്ത മുന്തിരി ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്താൽ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്.